എടാ എവിടെയെങ്കിലും കേറിക്കടാ. ഇല്ലടാ പോവാം. എടാ മതിയടാ മഴ കൊണ്ടത്. വാ എവിടേക്ക് നിൽക്കാം. വാടാ. വാ 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 അകത്തോട്ട് വയ്ക്കോ, അകത്തോട്ട് വയ്ക്കോ. വന്നാട്ടെ, അകത്തോട്ട് വയ്ക്കോ. അല്ല, മഴയായതുകൊണ്ട് കയറിയതാ. മഴയത്ത് കയറി നിന്നതല്ലേ, അകത്തോട്ട് നിൽക്കി. അല്ലെങ്കിൽ പിന്നെ കയറിയതിന് അർത്ഥമില്ലാതാവും. അല്ല, എന്ത് പറ്റി? ഒരുപാട് ലേറ്റായല്ലോ. അകത്തോട്ട് വയ്ക്കോ. വീട്ടിലൊരു പ്രധാന വിശേഷമാണ്. എന്താ ഇവിടെ ഇരിക്കുന്നേ? പോയി കഴിക്കി. അല്ല മക്കളെ, നിങ്ങളൊക്കെ ഈ കോളേജിലാ? ഞാനും അവിടെയാ പഠിച്ചത്. 65 ബാച്ച്. പഠിച്ചിട്ട് ജോലിക്കൊന്നും പോയില്ല, വീട്ടിൽ തന്നെ ചെറിയ ജോലിയൊക്കെ നോക്കി അങ്ങി. എനിക്ക് 2 പെമ്മക്കളാ. മൂത്ത മോളെ ഇന്ന് പെണ്ണ് കാണാൻ ആള് വരുന്നുണ്ട്. ഇളയവള് സ്കൂളിൽ പോയിരിക്കുക. വാ വാ. സുഖം. ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു മഴ വന്നിട്ടേ ഇല്ല. 1985 ഞാൻ വിജയവാഡയിൽ പോയിരുന്നു. ഇതുപോലെ ഭയങ്കര മഴ. ഒരു ഗുരുക്കള്, നമ്മുടെ നാട്ടുകാരനാ, അയാളുടെ വീട്ടിൽ പോയി താമസിച്ചു. മഴ മാറി വീട്ടിലെത്തിയപ്പോഴേക്കും ഒരു വഴിയായി. കാപ്പി കുടിക്ക്. വേണ്ട സാർ, കുടിക്ക്. ഈ മഴയത്തൊരു ചൂട് കാപ്പി കുടിച്ചാൽ നല്ലതായിരിക്കും. ഭവാനി, 4 കാപ്പി കൊണ്ടുവാ. അല്ല, ഇത് ആരൊക്കെ വരുന്നേ? വാ 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 വാ. എന്താണ് ഇയാള് വഴി പോകുന്നവർക്കൊക്കെ കാപ്പി കൊടുക്കുന്ന? ഇദ്ദേഹത്തെ പോലുള്ള ഒരു നാട്ടിലുള്ളതുകൊണ്ടാണ് മഴ പെയ്യുന്നത്. ഒയ്യോ. മഴ നനഞ്ഞോണ്ട് വന്നത്, തോർന്നിട്ട് വന്നാ പോരാ. എവിടെ നിൽക്കാനാ? അച്ഛനല്ല 5 മണിക്ക് വരാൻ പറഞ്ഞു. പോയി തല ഓർത്ത് പോ. എന്താ? എടാ വാസു, കാപ്പി കുടിക്കാം. ചേച്ചി, പയ്യ സൂപ്പറാ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നീ എന്തേ പറയണേ? എപ്പോഴാ കണ്ടത്? ഇവിടെ തന്നെ. അതാ കോഫി കുടിക്കുന്നു ജനലിന്റെ അടുത്ത് നിന്ന്. ആ ചുവപ്പ് ഷർട്ട്. എന്തടി പറയണേ? മഴയത്ത് കയറുന്നവരെങ്ങനെ ചെറുക്കനാവുന്നത്? അവരിനി എത്തിയിട്ടില്ല. മഴയിൽ എവിടെയെങ്കിലും പെട്ടിട്ടുണ്ടാകും. അവസാനം ടെൻഷൻ അടിക്കേണ്ടി വരുമെന്ന് തോന്നുന്നത്. സാരമില്ല. ഇതും കൊടുക്ക. നന്നായിട്ടുണ്ട്. നോക്കി നടക്കു പെണ്ണേ. എടാ മഴ കുറയണമെന്ന് തോന്നുന്നു, നമുക്ക് പോയാലോ? ചുമ്മാ ഇരിക്കും. എനിക്കെന്തോ ഈ മഴ കുറയുന്നു തോന്നില്ല. നീ നോക്കി കണ്ടിന്യൂ ആവുന്ന തോന്നേ. അതെ കണ്ടിന്യൂ ആവുന്ന തോന്നുന്നേ. അതെടാ. എന്ത് കണ്ടിന്യൂ? മഴടാ. പോകാടാ. നിക്കടാ, ഇടയ്ക്ക് വെച്ച് മഴ കൂടിയാലോ? ആകെപ്പെട്ടോട്ടെ. എന്തായാലും മുഴുവൻ നഞ്ഞില്ലേ, ഇനി ഇങ്ങനെ നിന്നിട്ട് എന്താ കാര്യം? എനിക്ക് കുഴപ്പമൊന്നുമില്ല, പോണെങ്കിൽ പോവാം. എന്നാ പോ. വഴി ഇതിലാടാ. മഴയെന്ന് പറഞ്ഞ കേൾക്കാം. വാ നടക്ക്.
അതേനെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നാ കേട്ടത്. എന്താ പറ്റിയ അച്ഛാ ഒന്നുമില്ല. അല്ല ശ്രീനി, എല്ലാം താൻ തന്നെ ചെയ്യണോ? ഒരാളെ വെച്ചൂടെ? നമ്മളിവിടെ നമ്മൾ തന്നെ എഴുന്നേക്കണം. ഇതിനൊക്കെ ഒരാളെ വെക്കാൻ പറ്റുമോ? ഞാൻ എന്താ നിന്നെ പോലെ നിന്റെ മുത്തച്ഛനൊക്കെ ഇഷ്ടം പോലെ സമ്പാദിച്ചിട്ടില്ലേ? നിനക്ക് ഒന്നും ചെയ്യാതെ ഇങ്ങനെ വെറുതെ ഇരുന്നാ പോരെ? നമ്മുടെ കാര്യം അങ്ങനെയാണോ? കഷ്ടപ്പെട്ടാലല്ലേ ജീവിക്കാൻ പറ്റൂ. നാളെ എൻ്റെ മോനും പഠിച്ച് വലിയൊരു ഉദ്യോഗം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് നിന്നെ പോലെ എവിടെയെങ്കിലും ഇരുന്ന് സൊറ പറയാൻ പറ്റും. ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. നിയമസഭയിൽ ഇന്നലെ ഉണ്ടായ അല്ല ശ്രീനി, പത്രം പോലും നീ വാങ്ങാറില്ല. റേഡിയോയിൽ വരുന്ന ന്യൂസെങ്കിലും കേട്ടൂടെ? തനിക്ക് രാഷ്ട്രീയം ഇഷ്ടമല്ല, അതുകൊണ്ട് ഞങ്ങൾ ആരും കേട്ടൂടെന്നാ. ആ ചുമലിൽ എഴുതി തൂക്കിയിരിക്കുന്നത് നോക്ക്. അതല്ല നിങ്ങൾക്ക് വേണ്ടിയാ. നിങ്ങൾക്ക് രാഷ്ട്രീയം സംസാരിക്കാൻ ചായക്കടയും ബാബർ ഷാപ്പും മതിയല്ലോ. എന്നാൽ ഇവിടെ രാഷ്ട്രീയം പറച്ചിൽ വേണ്ട. ചായ കുടിച്ചിട്ടങ്ങ് പൊയ്ക്കോ. സ്ട്രോങ് ആയിട്ടൊരു ചായ എടുത്തേ. ഗോവിന്ദ, ആ ചട്നി എടുത്ത് കൊടുക്ക്. എന്താ ഇത്? ഒരു കുറി ചേർന്നിട്ടുണ്ടായിരുന്നു, പൈസ കിട്ടി. എന്നാ ഇട്ട് നോക്ക്. മോതിരോ? എന്തിനാ ഇതിപ്പോ? വേണ്ടച്ചാ. ഡാ, അവസാനത്തെ വർഷമല്ലേ, കയ്യിലിടറാ. അയ്യോ, ഇത് ഭയങ്കര ലൂസാ. എനിക്കിത് ശരിയാവില്ല. ഡേടാ, എങ്ങനെയാ ലൂസാവുന്നത്? അളവെടുത്ത് ഇട്ട് നോക്കിയിട്ടല്ലേ വാങ്ങിച്ചത്. ഇവിടെ കാണിച്ചേ. ഏത് വിരലിന്റെ അളവെടുത്തേ? ഈ വിരല്. ഇങ്ങിതാ. ഈ വിരലല്ല. ഏയ്, ഏയ്, ഡാ, ഡാ, ഈ വിരലല്ല, ഈ വിരല്. എടാ, പറയുന്നു കേക്കട, ഇങ്ങോട്ട് വാ. നിക്കച്ചാ. ഊരി. ഏയ്, നന്നായിട്ടുണ്ട്. ഇതിവിടെ കിടന്നോട്ടെ. ഡാ, 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 ഡാ. ഛെ, ഈ ചായക്കട നിൽക്കുന്നത് ഞാൻ ഈ മോതിരം ഇട്ടുകൊണ്ട് നടന്ന ആൾക്കാരെന്ത് വിചാരിക്കും? എടാ, എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ക്ലാസ്സിന് സമയം വാ. ചുമ്മാ വളവളാന്ന് നിക്കടാ. ഇവൻ എന്താ പറ്റി? വട്ടായ എന്നെയും പോകാൻ വിടുന്നില്ല. എന്താ പരിപാടി? എടാ, നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അര പാക്കറ്റ് സിഗരറ്റാ തീർന്നത്. ഏയ്, നീ മഴയെ ഫോളോ ചെയ്യണോ? അതൊന്നുമല്ലടാ. അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? ഒരു പെണ്ണും പുറകെ വരുന്ന ഇഷ്ടമല്ല. ആ. അതുകൊണ്ട് ഈ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് ഒരു റൗണ്ട് അടിച്ച് നമുക്ക് മുമ്പിൽ നിന്ന് വരുന്ന പോലെ വരാം. അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ? അവിടെ ഇരുന്നാ മതി.